ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ലിയോണോ ലിഷോയ്. കലികാലം എന്ന സിനിമയിലൂടെയാണ് ലിയോണോ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. എങ്കിലും ജവാൻ ഓഫ് വെള്ളിമലയിലെ വേഷത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെറിയ ഇടവേളയിലാണ്. ഇപ്പോൾ ഒരു നീണ്ട ഇടവേള എടുക്കാൻ തയ്യാറാണ്. ഉടൻ കാണാം എന്നാണ് ലിയോണ കുറിച്ചത്. എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്ന നിരവധി ആരാധകരാണ് ലിയോണയോട് ഈ പോസ്റ്റിന് താഴെ ചോദിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ലിയോണ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ തന്നെയാണോ കാരണമെന്നും ആരാധകർ തിരക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് എന്ന രോഗം ബാധിച്ചതിനെ കുറിച്ചും രോഗം ബുദ്ധിപിടിച്ച നാളുകളെ കുറിച്ചുമായിരുന്നു മുൻപ് ലിയോണ പറഞ്ഞിരുന്നത്. ഈ അസുഖത്തിന്റെ ഭാഗമായി ആയുർവേദ ചികിത്സയിലാണെന്നും മധുരവും പാലൊന്നും കഴിക്കാൻ പറ്റില്ല, വെജിറ്റേറിയൻ ആയെന്നും ചോറും പരിപ്പും കഴിച്ചാണ് ആ 1.5 വർഷം അതിജീവിച്ചതെന്നുമാണ് താരം പറഞ്ഞത്. ലിയോണ ഈ ബ്രേക്ക് എടുക്കാനുള്ള കാരണം എന്താണെങ്കിലും വേഗം തിരികെ എത്താനാണ് ആരാധകർ പറയുന്നത്. സിനിമാ സീരിയൽ താരം ലിഷോയുടെ മകളായ ലിയോണ പരസ്യങ്ങളിൽ മോഡലായാണ് കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സിനിമയിലേക്ക് എത്തുന്നത് 2012 പുറത്തിറങ്ങിയ കലികാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. അതേ വർഷം തന്നെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലൂടെ ലിയോണ നായികയുമായി. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർമ്മിച്ച ആൻമരിയ കലിപ്പിലാണ് എന്ന ചിത്രത്തിലെ സാറ അർജുന്റെ അമ്മയുടെ വേഷമാണ് ലിയോണയുടെ കരിയറിൽ വഴിത്തിരിവായ വേഷം. ടോവിനോ തോമസ് നായകനായ മായാനദി എന്ന ചിത്രത്തിലെ ലിയോണയുടെ സമീറ എന്ന കഥാപാത്രവും വളരെയധികം അഭിനന്ദനം നേടിയിരുന്നു. പിന്നീട് ഇഷ്ക് എന്ന ചിത്രത്തിലെ വേഷവും ലിയോണയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു. ജിന്നാണ് ലിയോണയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. റാം, മുഖപടങ്ങൾ, കനകരാജ്യം തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട്. വെബ് സീരീസും ഒരുങ്ങുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.